12 സ്റ്റെപ്പിൻ്റെ സൂര്യ നമസ്കാരം പെർഫെക്റ്റായിട്ടും ഈസി ആയിട്ടും എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം മാറ്റിൻ്റെ 2 അടി താഴെ നിൽക്കുക. അതായത് നമുക്ക് ഭുജംഗാസനമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് മാറ്റിൽ 2 അടി താഴെ നമ്മൾ നിൽക്കുന്നത്. എന്നിട്ട് കാലങ്ങ് ഒരുപാട് മസിൽ പിടിച്ചങ്ങനെ സ്ട്രെയിൻ ചെയ്ത് നിൽക്കേണ്ട, റിലാക്സ് ചെയ്ത് നിന്നാൽ മതി. കാല് സ്ട്രെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അങ്ങനെ മസിൽ പിടിച്ചങ്ങനെ എന്താ പറയുക, ബലം കൊടുത്ത് നിൽക്കേണ്ട. നോർമൽ റിലാക്സ് ചെയ്ത് നിൽക്കണം. 2 ശ്വാസം നന്നായിട്ട് എടുത്ത് വിടണം. ആദ്യമായിട്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും കൈയൊക്കെ പോയിൻ്റ് ചെയ്ത് നേരെ നിവർന്ന് നിന്ന് നട്ടെല്ല് നിവർത്തി നിൽക്കണം. ആദ്യം നമസ്കാര മുദ്ര. കൈ ചേർത്ത് തൊഴരുത്, കൈ ഫിംഗേഴ്സ് വിട്ട് നിൽക്കണം. 10 വിരലും ചേർപ്പിച്ച് വിരലിൻ്റെ ഇടയിൽ ഗ്യാപ്പിട്ട് ഷോൾഡർ ഫ്രണ്ടിലാക്കി നമസ്കാര മുദ്ര. ബോഡി മൂവ് ചെയ്യാതെ ഹസ്തവൃത്താസനത്തിൽ പോവുക. അതായത് കൈ മാത്രം ഉയർത്തുക എന്നർത്ഥം. കൈ ഉയർത്തി നെക്ക്, നമ്മുടെ കഴുത്തും നട്ടെല്ലും, കഴുത്ത് ആദ്യം അങ്ങനെ വളഞ്ഞങ്ങനെ പോകാൻ പാടില്ല. നേരെ കഴുത്ത്, അതായത് നട്ടെല്ലോടെ ചേർന്ന് സ്ട്രെയിറ്റ് ചെയ്തൊന്ന് വളയുക. തലയെ കൊലാപ്സ് ചെയ്തിടാതെ, തല ഒരുപാടങ്ങ് വളച്ചിടാതെ അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് ഒരു ചെറിയൊരു ജസ്റ്റ് ഒരു ആർച്ച്. എന്നിട്ട് നട്ടെല്ല് നിവർത്തി തന്നെ നേരെ വരണം. കൈ ബൈസെപ്സ് ഒക്കെ ചേർന്ന് നേരെ വരണം. നേരെ താഴെ വന്നു. നട്ടെല്ല് നിവർന്ന് വന്നാൽ തന്നെ താഴെ വരാൻ പറ്റുള്ളൂ. വളയുകയാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, സ്ട്രെച്ചിങ് കിട്ടില്ല, അതിൻ്റെ ഗുണങ്ങളും കിട്ടില്ല. നമുക്കിപ്പോൾ കൈപ്പത്തി കാലിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ബ്ലോക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മുട്ടിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വളയ്ക്കുമ്പോഴത്തേക്കും വയറ് വന്ന് നമ്മുടെ തുടയിൽ പ്ലേസ് ആവും. അപ്പോൾ കൈകൾ വന്ന് നമുക്ക് താഴെ വയ്ക്കാൻ പറ്റും. സുഖമായിട്ട് താഴെ പതിപ്പിച്ച് വയ്ക്കാൻ പറ്റും. നട്ടെല്ല് നിവർന്നേനെ ഇരിക്കുകയും ചെയ്യും. അശ്വസഞ്ചലനാസനം. ആദ്യം വലത് കാലെടുത്ത് ബാക്കിൽ വെച്ചു. ഫ്രണ്ട് കാല് വന്ന് നമ്മുടെ ഈ മടക്കി വെച്ചിരിക്കുന്ന കാല് ആംഗിളിൽ തന്നെ ഇരിക്കണം. അതായത് 90 ഡിഗ്രിയിൽ, അങ്ങോട്ടും മുന്നോട്ടും പുറകോട്ടും പോകാണ്ട് 90 ഡിഗ്രിയിൽ സ്ട്രെയിറ്റ് ചെയ്ത് വയ്ക്കുക. കൈ വന്ന് ഫിംഗേഴ്സ് വെച്ച്, ഫിംഗേഴ്സിൻ്റെ സപ്പോർട്ടോടെ നമ്മൾ തല ഉയർത്തിയാൽ മതി. നട്ടെല്ല് നിവർന്നിരിക്കണം. അതുപോലെ നട്ടെല്ലിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മുടെ കഴുത്തും ഇരിക്കാവും. കഴുത്തൊന്ന് കൊലാപ്സ് ചെയ്യരുത്. നട്ടെല്ല് നിവർന്ന് നേരെ നോക്കുക. കൈ വന്ന് പതിപ്പിച്ച് വയ്ക്കണമെന്നില്ല, ഫിംഗേഴ്സിൽ നിന്നാൽ മതി. അടുത്തത് ചതുരംഗ ദണ്ഡാസനം. പ്ലാങ്ക് പോസ്റ്റ് എന്ന് പറയും. താഴെയും ആവരുത്, മുകളിലും ആവരുത്. കറക്റ്റ് സ്ട്രെയിറ്റായി നിൽക്കണം. അതായത് ആ ബോഡി വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കറക്റ്റായിട്ട് നിൽക്കണം. ആ ഹിപ്പിൻ്റെ അവിടെ, ആ ഇടുപ്പിൻ്റെ അവിടെ ഒരു ചെറിയൊരു വലിച്ചിൽ, അതാണ് കറക്റ്റ് പൊസിഷൻ. നമ്മൾ കറക്റ്റ് എക്സാക്റ്റായി നിൽക്കണമെങ്കിൽ അവിടെ ഒരു വലിച്ചിലുണ്ടാകും. അതുപോലെ നമ്മുടെ തൈ മസിൽസിന്, തുട മസിൽസിനും നല്ല വലിച്ചിലുണ്ടായിരിക്കും. അടുത്തത് ചതുരംഗ ദണ്ഡാസനം. അടുത്തത് ശശങ്കാസനം. ശശങ്കാസനത്തിന് അതുപോലെ മുട്ട് കറക്റ്റ് താഴെ വയ്ക്കുക. ഫ്രണ്ടിലും വയ്ക്കരുത്, ബാക്കിലും വയ്ക്കരുത്. കാല് പതിപ്പിച്ച് വെച്ചു മാറ്റിൽ. എന്നിട്ട് നമ്മളതിൽ അങ്ങനെ ബാക്കിലോട്ട് ഇരുന്നു. നെറ്റി താഴെ, കൈകൾ രണ്ടും റിലാക്സാ ഫ്രണ്ടിൽ. ശശങ്കാസനം, ബാലാസനം എന്നും പറയും. അടുത്തത് അഷ്ടാംഗ നമസ്കാരത്തിൽ പോകണു. ശശങ്കാസനം എന്ന് പറഞ്ഞാൽ കുറച്ച് ഏജിലായിട്ടുള്ളവർക്ക് ചെയ്യാനുള്ള സൂര്യ നമസ്കാരമാണ് ഈ 12 സ്റ്റെപ്പിൻ്റെ സൂര്യ നമസ്കാരം. കാല് കുത്തി പതുക്കെ, കൈ വന്ന് കൊലാപ്സ് ചെയ്യാതെ, അതായത് അങ്ങോട്ട് നമ്മുടെ ശരീരത്തിനെ വിട്ട് അകത്താതെ കൈ ചേർത്ത് നമ്മുടെ ബോഡിയോടെ ചേർന്ന്, ശരീരത്തോടെ ചേർന്ന് താഴെ നെഞ്ചിനെ കൊണ്ടുപോകണം. കൈപ്പത്തിയുടെ സെൻറ്ററിൽ വരും നമ്മുടെ നെഞ്ച് ഭാഗം. അതുപോലെ നാഡി വയ്ക്കാം, അല്ലെങ്കിൽ നെറ്റി വയ്ക്കാം. നമുക്ക് ഏത് സൗകര്യമോ അതുപോലെ ചെയ്യാം. നാഡിയാണ് വയ്ക്കണമെങ്കിൽ നാഡി ഏതെങ്കിലും ഒരു ഭാഗം തൊടണം, അല്ലെങ്കിൽ നെറ്റിയാണെങ്കിൽ മൂക്ക് തൊടാതെ നെറ്റി മാത്രം തൊടണം. അഷ്ടാംഗ നമസ്കാരം, അതായത് 8 ഭാഗങ്ങൾ. അടുത്തത് കാൽപ്പത്തി വിടർത്തി വയ്ക്കണം. കുത്തി നിർത്തരുത്, വിടർത്തി വെച്ചു. അങ്ങനെ തന്നെ ഒന്ന് ലീൻ ചെയ്ത് ഒന്ന് ആർച്ച് ചെയ്യുക. അതായത് ഒരുപാട് അങ്ങ് സ്ട്രെയിറ്റ് ചെയ്ത് വരണ്ട. അതായത് കൈ അങ്ങനെ നിവർത്തി ഭുജംഗാസനത്തിൽ പോകണ്ട, അത് വന്ന് ഊർധ്വമുഖമാവും. അത് വേണ്ട. ഈ സൂര്യ നമസ്കാരത്തിനുള്ള ഭുജംഗാസനം കൈ നമുക്ക് റിലാക്സ് ആയി എടുത്തിരുന്നാലും നമുക്കങ്ങനെ ഒരു ആർച്ചിൽ നിൽക്കാൻ പറ്റണം. അത് അത്ര മതി.
കൈയുടെ സപ്പോർട്ട് ഇല്ലാണ്ട് തന്നെ നമുക്കങ്ങനെ നിൽക്കാൻ പറ്റും. അത് ഭുജംഗാസനം. അടുത്തത് പർവ്വതാസനം. പർവ്വതാസനം അതുപോലെ കാലൊന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ബാക്ക് ബോൺ നട്ടെല്ല് നിവർത്തി കഴുത്ത് അതുപോലെ നിവർന്ന് സ്ട്രെയിറ്റ് തോന്നണം. അങ്ങനെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്ട്രെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യണം. ഇനി അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയും ചെറുതായിട്ടൊന്ന് മുട്ടുമടക്കാം. അപ്പോൾ നട്ടെല്ല് നിവർക്കും. അടുത്തത് ശശങ്കാസനം. അതുപോലെ മുട്ട് അവിടെ തന്നെ പ്ലേസ് ചെയ്തിട്ട് കാൽപ്പത്തി പതിപ്പിച്ച് നമ്മളിരുന്നു, മുഖം താഴെ. ബാലാസനം. എന്നിട്ട് നമുക്ക് അശ്വസഞ്ചലനാസനത്തിൽ പോകാൻ കുറച്ച് എളുപ്പമായിരിക്കും, അതായത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. അടുത്തത് പോകുന്നത് അശ്വസഞ്ചലനം. അശ്വസഞ്ചലനം ഇപ്പോൾ കാല് വലിച്ച് നമ്മുടെ കൈപ്പത്തിയുടെ അടുത്താണ് വയ്ക്കേണ്ടത്. അങ്ങനെ പറ്റിയില്ല എങ്കിൽ നമുക്ക് എവിടെ പറ്റുന്നോ അവിടെ വന്നിട്ട് കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് പതുക്കെ കാലിനെ നമ്മുടെ കൈപ്പത്തിയുടെ അവിടെ കൊണ്ടുവരാം. നേരെ കൊണ്ടുവരാം. നമുക്കിപ്പോൾ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ കാല് നേരെ ഡയറക്റ്റായിട്ട് നമ്മുടെ കൈപ്പത്തിയുടെ അടുത്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ പ്രാക്ടീസ് ഇല്ലാത്തവർക്ക് അങ്ങനെ പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് പതുക്കെ കാലിനെ എടുത്ത് നമ്മുടെ കൈപ്പത്തിയുടെ അവിടെ കൊണ്ടുവരണം. എന്നിട്ട് വേണം പാദഹസ്താസനത്തിൽ വരാനായിട്ട്. പാദഹസ്താസനം. അതതുപോലെ കൈപ്പത്തി വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പതുക്കെ മുട്ട് വളച്ചു കൊടുക്കാം. വയറവിടെ പ്ലേസ് ചെയ്യുമ്പോൾ നട്ടെല്ലിൽ നിന്ന് വരും. നട്ടെല്ലിൽ നിവർന്ന് കൈ സ്ട്രെയിറ്റ് ചെയ്ത് അങ്ങനെ നട്ടെല്ലൊക്കെ നിവർത്തി സ്ട്രെയിറ്റ് ചെയ്ത്, നട്ടെല്ല് സ്ട്രെയിറ്റാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. എന്നിട്ട് അതുപോലെ ഹാഫ് ആർച്ച്, ചെറിയ ജസ്റ്റ് ഒരു ആർച്ച്. ഹിപ്പ് വളയരുത്. ഹിപ്പിൻ്റെ അതുവരെ കാല് കറക്റ്റായി നിൽക്കണം, സ്ട്രെയിറ്റ് ചെയ്ത് നിൽക്കണം. അതായത് ഇടുപ്പ് തൊട്ട് അങ്ങോട്ട് വളയണം, ബാക്കിലോട്ട് ആർച്ച്. ഇതാണ് 12 സ്റ്റെപ്പിൻ്റെ സൂര്യ നമസ്കാരം. ദിവസവും പ്രാക്ടീസ് ചെയ്യണത്